ഷാജിമോൻ ചേട്ടാ സ്വാഗതം. ബാഴിയൂരിൽ നിന്നാണ് വരുന്നത്. ചേട്ടാ എന്നെ കണ്ട് പുതിയ വിശേഷങ്ങള്? നല്ല വിശേഷങ്ങള്, നല്ല വിശേഷങ്ങൾ. ഇടുക്കിയിലൊക്കെ എല്ലാവർക്കും സുഖമാണോ അവിടെ? ഇടുക്കി ഇപ്പം വലിയ കുഴപ്പമില്ല. കുറച്ച് അസുഖങ്ങൾ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മാറി എല്ലാവരും ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നു. അതെ, നമ്മുടെ ആയുർവേദവും മർമാണിയും തിരുമൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ഇതിന്റെ പരിപാടിയൊക്കെ ആയിട്ട് വന്ന് ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, എങ്കിലും കുഴപ്പമില്ല. അല്ലെ, എന്നാലും അതിന്റെ ചെറിയ ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രസ്ഥാനത്താണെങ്കിലേ ഉള്ളൂ. നമുക്ക് വ്യക്തിപരമായിട്ട് കുറച്ച് ക്ലയൻസ് ഉണ്ടാവുമല്ലോ. ഉണ്ട്, തീർച്ചയായിട്ടും. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എനിക്കുണ്ട്. എല്ലാരും എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ്ഡ് ആവും. ഇപ്പൊ ആയുർവേദ ഡോക്ടർ ആണെങ്കിലും അല്ലെങ്കിൽ ചിലര് പറയുമ്പം ഇന്ന തലവേനയാണോ അങ്ങനെയാണ് നിങ്ങൾ ഇന്ന ആളെ പോയി കാണുക, കാലുവേനയാണ് ഇന്ന ആളെ പോയി കാണുന്ന പറയുന്ന പോലെ കൊച്ചുമോൻ ചേട്ടൻ എന്തെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് മർമാണിയാണോ? അതെല്ലാം നോക്കുവോ? അങ്ങനെ കുറെ പ്രധാനപ്പെട്ടത് നട്ടല് തേയ്മാനം, നട്ടൽ അകലം തുടങ്ങിയ പിന്നെ സ്പൈനൽ പ്രോബ്ലംസ് ആണ് കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഷാജിമോൻ ചേട്ടന്റെ പെർഫോമൻസിലേക്ക് കടക്കാം. ഓൾ ദി ബെസ്റ്റ്. നമസ്കാരം, ഞാൻ ഷാജിമോൻ. ചിരിക്കണ്ട, ആ പേരിട്ടപ്പോൾ ഞാൻ കുഞ്ഞായിരുന്നു. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ വാഴൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത്, ഞാൻ വളർന്ന നാട് ഇടുക്കിയിലെ ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ തങ്കമണി എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്. അവിടെ സെൻറ് തോമസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ ആ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ എനിക്കൊന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ് ജോയി എന്ന് ഞങ്ങൾ വിളിക്കും. അതിൽ ഞങ്ങൾക്കൊരു 5-6 പേർക്ക് അവനെ കോഴി എന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ പുള്ളി വിളിച്ചു കഴിയുമ്പോൾ പിന്നെ ഇങ്ങോട്ട് കേൾക്കുന്നത് മുഴുവൻ ചെവി പൊത്തിപ്പിടിച്ചാൽ കേൾക്കാൻ പറ്റുള്ളൂ. അതുപോലെ പുള്ളി പറയുന്നത് കൂടുതലും അതുകൂട്ട് ഭാഷയിൽ പറയുള്ളായിരുന്നു. ഏതായാലും ഇദ്ദേഹം സ്കൂളിലേക്ക് പോകുന്നത് തന്നെ രസകരമാണ്. അന്നൊക്കെ ഈ പന്ത് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പന്ത് വിലയ്ക്ക് വാങ്ങിച്ചുള്ള പന്തൊന്നുമല്ല. ഈ കടലാസ്, തുണി ഇതെല്ലാം കൂടെ കൂട്ടി വരിഞ്ഞ് കെട്ടി നല്ല പന്തുണ്ടാക്കിയിട്ട് തട്ടി കളിക്കുന്നത്. അപ്പം പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പന്ത് ഇങ്ങനെ ആഞ്ഞൊരൊറ്റ തട്ട വരാന്തയിൽ തന്നെ അപ്പനുണ്ടാവും. അപ്പോൾ അപ്പൻ്റെ മുന്നിൽ കൂടെയാണ് ഈ പന്ത് തട്ടി ഒറ്റ പോക. അത് ആ പന്ത് ഇങ്ങനെ തട്ടി പറമ്പിൻ്റെ അങ്ങേയറ്റം വരെ ഈ പന്ത് തട്ടിക്കൊണ്ട് പോകും. പിന്നെ ആ പന്ത് എടുത്ത് കൈ വെക്കും. ചന്തയിൽ ചെന്ന് കവല ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഈ പന്ത് അഴിച്ച് പിന്നെ മലഞ്ചരക്കടയിലോട്ട് കയറും. അവിടെ കൊണ്ട് വിൽക്കും. ഒന്നുകിൽ കുരുമുളക് അല്ലെങ്കിൽ ഏലക്ക, അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും. വട്ടച്ചിലവിലുള്ള സാധനമാണ് ഈ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പുള്ളി ഇതൊക്കെ ആയിട്ട് അങ്ങ് പോകും. കഴിഞ്ഞ് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നല്ല ഭാഷയൊന്നും പുള്ളി ഒരിക്കലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല അങ്ങനെ അധികം. അപ്പോൾ ഇങ്ങനെ പിന്നെ ബയോളജി ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മുട്ടയിടുന്ന 2 സസ്തനത്തിൻ്റെ പേര് അപ്പം പുള്ളി പഠിപ്പിക്കുക. ഹെക്കിഡ്ന പ്ലാറ്റിപ്പസ്, ഈ 2 ജീവികൾ ആണ് മുട്ടയിടുന്ന 2 സസ്തനികൾ. അപ്പോൾ ഈ ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം നമ്മുടെ ജോയി ഇങ്ങനെ കുനിഞ്ഞിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടീച്ചർ കണ്ടു. ജോയി അവിടെ ജോയി എഴുന്നേറ്റ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ മുട്ടയിടുന്ന ഒരു സസ്തനത്തിൻ്റെ പേര് പറഞ്ഞു തന്നു. അപ്പോൾ ഞാനവിടെ കുനിഞ്ഞിരുന്നുകൊണ്ട് പറഞ്ഞു കൊടുത്തു, കോഴി എന്ന് പറയണം. ഇവൻ സത്യം പറഞ്ഞ പാവം എന്നെ അങ്ങ് വിശ്വസിച്ചു. ഇവൻ ചാടി പറഞ്ഞു കോഴി എന്ന് പറഞ്ഞു. ടീച്ചർ ഏതായാലും നല്ലപോലെ ഇവനെ അങ്ങ് കളിയാക്കി. നിങ്ങളുടെ വീട്ടിലെ കോഴിയെ കറക്കാനുണ്ടോ, എന്നെ പാല് കിട്ടും, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കളിയാക്കി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇതിനെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് എന്നെ എന്നോടൊരു താക്കീതും ചെയ്തതാണ്. ഭക്ഷണം കഴിക്കാൻ പോകുന്നത് താഴെ ഈ സ്കൂളിൻ്റെ താഴെയായിട്ടൊരു പിന്നെ പാടമുണ്ട്. ആ കാരണത്തിൽ അവിടെ ഒരു കുളവും ഒക്കെ ഉണ്ട്. ഈ കുളത്തിൻ്റെ കരയിലാണ് ഞങ്ങൾ ചോറിനാനൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ചോറിനാൻ ഇങ്ങനെ പോകുമ്പം പിന്നെ ഈ മിക്കവാറും ദിവസങ്ങളിൽ കാണാം ഹെഡ് മിസ്ട്രസിനും പള്ളിയിലെ അച്ഛനും ഒക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ ആയിട്ട് ഒരു പെൺകുട്ടി ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾ പിന്നെ ബാക്കി സമയം ഈ മഠത്തിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ പാത്രം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നിങ്ങ് വരുന്ന ഒരു LP സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ ഓടി ഇങ്ങോട്ട് വന്ന് ഈ പാത്രത്തിനിട്ടൊരു തട്ട്. ഈ പാത്രം ഇങ്ങനെ പാളിയിട്ട് ഇതിൻ്റെ മുകളിലിരുന്ന മോരായിരിക്കാനാണ് സാധ്യത. ഇത് ഈ പയ്യൻ്റെ തലയിലേക്ക് വീണു. ഇവൻ്റെ തലയിലേക്ക് വീണിട്ട് ഇതിങ്ങനെ നിക്കറിൻ്റെ താഴെ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവരും ചിരിച്ചു. പെൺകുട്ടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു പാട്ട് പാടി. അപ്പോൾ എല്ലാവരും അങ്ങ് ചിരിച്ചു. അത് ഭയങ്കര പ്രശ്നമായി. കുട്ടി കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ അസംബ്ലിക്ക് എന്നെ വിളിച്ച് കയറ്റി. അന്ന് ഹൈസ്കൂളിൽ 10-700 പിള്ളേരുണ്ട്. അപ്പോൾ എന്നെ വിളിച്ച് കയറ്റിയിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ കളിയാക്കി, മോശമായിപ്പോയി, മാപ്പ് പറയണം. മാത്രമല്ല ആ പാടിയ പാട്ട് ഇവിടെ പാടുകയും ചെയ്യണം. ഞാൻ പറഞ്ഞു, അത് വേണോ? പാട്ട് പാടുക എന്ന് പറയുന്നത് അന്നും ഇന്നും എന്നെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നമുള്ളൊരു കാര്യമാണ്. അവിടെ അത് പറ്റുകയില്ല. അപ്പം സാറ് വടിയായിട്ട് നിൽക്കുക. ഏതായാലും പിന്നെ സാറ് വടിയായിട്ട് ഇങ്ങനെ വരുന്നു. അവസാനം എനിക്ക് സ്നേഹിതനായിട്ട് എൻ്റെ സ്നേഹിതനും തന്നെ പറയാവുന്നൊരു മലയാളം അധ്യാപകനുണ്ട്. പുള്ളി എന്നോട് ഒന്നിച്ച് പറഞ്ഞു, ഞങ്ങൾ പാടിയാരെ കുഴപ്പമൊന്നുമില്ലെന്നു. ഞാനേതായാലും അങ്ങ് പാടി. പള്ളിയിലെ അച്ഛനും LPയിലെ അമ്മയ്ക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ്, അവളൊരു പാവം പാൽക്കാരി പെണ്ണ്. ഏതായാലും എന്നെ തല്ലാൻ വന്ന സാറ് ഞാൻ നോക്കുമ്പോൾ തിരിഞ്ഞു നിൽപ്പുണ്ട്. ചെറുതായിട്ട് കുലുങ്ങുന്നുണ്ട്. ചിരിക്കുവാന്ന് എല്ലാവർക്കും മനസ്സിലായി. എല്ലാവരും ചിരിച്ചു. പക്ഷേ ഞാൻ ആ കുട്ടിയോട് മാപ്പ് പറയുകയും ചെയ്തു. ജോയിയുടെ ആ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവന് എപ്പോഴും ആക്റ്റീവാണ്. ഒന്നിനും ഒരു ഇതില്ല. പുള്ളി ഈ പിന്നെ തല്ല് മേടിക്കുക എന്നുള്ളത് തല്ലാൻ ടീച്ചർക്ക് സാറിനും നാണമില്ല, തല്ല് കൊള്ളാൻ ജോയിക്കും നാണമില്ല. അത് സ്ഥിരം ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഒരു ദിവസം ജോയിയുടെ പുറത്ത് ചന്തിക്ക് 2 അടി കൊടുത്തപ്പം ടോണിനൊരു വ്യത്യാസം. ടീച്ചർ ഒന്ന് തട്ടി നോക്കി. അതൊക്കെ ഉടുപ്പൊക്കെ വെച്ച് നോക്കിയപ്പം 2 റബ്ബർ ഷീറ്റ് ഇങ്ങനെ അരയെ കെട്ടി വെച്ചേക്കും. അന്ന് കട അടച്ചു പോയി. അതൊക്കെ കട തുറക്കാൻ താമസിച്ചു. സ്കൂൾ അതിന് മുമ്പ്. പുള്ളി ഏതായാലും അത് പിന്നെ വിൽക്കാൻ പറ്റിയില്ല.
അന്ന് മുതൽ ആരോമൽ ചേകവർ എന്നൊരു പേരും ഒരു വിളിപ്പേരും കൂടെ നമ്മുടെ ജോയിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കഥ ഇവിടം കൊണ്ടൊന്നും അല്ല അവസാനിക്കുന്നത്. ഞാനൊരിക്കൽ ഒരു 8-10 വർഷമായുള്ളൂ മുമ്പ് ചെറുതോണി ടൗണിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു പോലീസുകാരൻ ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ വരുന്നുണ്ട്. എന്നെ അങ്ങനെ പോലീസുകാരൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മളങ്ങനെ ക്രിമിനലൊന്നും അല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബാഗും ഉണ്ട്. ഇയാൾ ഈ ബാഗിലൊന്ന് നോക്കി എന്നെ ഒന്ന് നോക്കി എൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ ഒന്ന് വട്ടം കറങ്ങി നേരെ ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ എന്നോട് ചോദിച്ചു, മുട്ടയിടുന്നൊരു സസ്തനത്തിൻ്റെ പേര് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കോഴിയല്ലേ എന്ന് ചോദിച്ചു. പുറകെ വന്ന് ചുരുളി. ഞാൻ ചോദിച്ചു ഇപ്പോഴും അത് തന്നെയാണോ അവസ്ഥ എന്ന് ചോദിച്ചു. എടാ അല്ലേ പിന്നെ ഞാൻ പോലീസിൽ കയറുമോന്ന് അവൻ്റെ ചോദ്യം. പെർഫോമൻസ് അടിപൊളിയായിരുന്നു രമേശ് ചേട്ടാ. ചേട്ടൻ നമുക്കറിയാലോ, ഗംഭീര പെർഫോമർ ആണ് അദ്ദേഹം. സ്കൂൾ കാലഘട്ടത്തിലെ ഓർമ്മകളാണ് പങ്കുവച്ചത്. എനിക്കൊക്കെ ഈ സ്വഭാവം ഉണ്ടായിരുന്നു. നമുക്ക് അറിയാമെങ്കിൽ തെറ്റ് പറഞ്ഞു കൊടുത്ത് വേറെ ഉള്ളവരെ കൊണ്ട് പറയിക്കുക, അടുത്ത് നിന്നിട്ട് ചെറിയൊരു വാക്ക് വിധം തെറ്റിപ്പിച്ച് വെക്കുക. ഞാന് ഭാര്യയായിട്ട് ശംഖുമുഖം ബീച്ചിൽ ടൂർ പോവാണ്, തിരുവനന്തപുരത്ത് ടൂർ പോകുമ്പോൾ. അപ്പോൾ അവള് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൂനെന്നാണ് വിവാഹം കഴിച്ചത്, സ്ഥലം അറിയത്തില്ല, നമുക്ക് ശംഖുമുഖം പോയാലോ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. അവർ സമ്മതിച്ചു. അവിടെ എത്തുന്നവർ ഇവിടെ ഷൺമുഖം എന്നാണ് ഇതിന് പറയുന്നത്, കേട്ടത് അങ്ങനെയാണ്, ഷൺമുഖം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവര് ഇതും വെച്ചിട്ട് എനിക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഇവർക്ക് കോളൊക്കെ വരുമ്പോൾ എവിടെ പോവാ, ഞങ്ങളൊന്ന് ഷൺമുഖം ബീച്ചിൽ പോവുക എന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ തിരുത്തി കൊടുത്തില്ല. അവിടെ ചെന്ന് ബോർഡ് വായിച്ച് ഇവളോട് ഇത് ശംഖുമുഖം എന്നാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ ശംഖുമുഖം എന്നാ ഒന്ന് പറഞ്ഞു തരണ്ടേ, ഞാൻ എത്ര പേരോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ തെറ്റ് നമ്മള് നല്ലോണം ആസ്വദിക്കും. അതുപോലത്തെ ഒരു പരിപാടിയാണ് ആ കോഴി എന്ന് പറഞ്ഞു കൊടുത്തത്. നല്ല പരിപാടിയായിരുന്നു കേട്ടോ, ഗംഭീരമാണ്. അതുപോലെ ചേട്ടൻ പറഞ്ഞൊരു ഓർമ്മയുണ്ട്, പന്ത് കെട്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തുണിപ്പന്തുണ്ട്, അത് ഏറുപന്ത് എന്ന് പറഞ്ഞൊരു കളി ഉണ്ടായിരുന്നു. മേത്തേട്ട് എറിയണം, കിട്ടിയവന് കിട്ടണവന്റെ പുറത്തേക്ക് എറിയുക. അതിന് വേദനിക്കാതിരിക്കാൻ തുണി കെട്ടുന്ന പന്തുണ്ടായിരുന്നു. പിന്നെ കെട്ടുപന്ത് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഞാനൊക്കെ സ്കൂളിൽ പോകുമ്പോൾ റബ്ബർ തോട്ടം വഴി പോകുമ്പോൾ റബ്ബർ മരത്തിലൊരു കല്ലെടുത്തൊരു ഇടി ഇടിച്ചിട്ട് പോകും. അതിനെ പാലൊഴുകി വരും, അത് കിടക്കും, ഒട്ടുപാല് കൊണ്ട് കെട്ടി. അത് തന്നെ. ഇത് പിറ്റേ ദിവസം അതെടുത്ത് ഇങ്ങനെ മരത്തെ ഇങ്ങനെ പിരിച്ച് ഒരു ചെറിയ ഉണ്ടാക്കും, ഒരിടി ഇടിക്കും, പിന്നെ കല്ലെടുത്തിട്ട് ഉടമസ്ഥൻ കണ്ട നമ്മളെ ചീത്ത വിളിക്കും. അതിലിങ്ങനെ ആ ബോള് നമ്മളൊരു 10-25 ദിവസം സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഓരോ ദിവസവും ഓരോ വള്ളിയല്ലേ കിട്ടുന്നത്, അത് വെച്ച് കെട്ടി പിന്നെ കുറച്ച് പേപ്പർ വെച്ച് ഫില്ല് ചെയ്ത് പിന്നെയും വെച്ച് അതിനാണ് നമ്മൾ കെട്ടുപന്ത് എന്ന് പറയുന്നത്. അതിന്റെ ഗുണം എന്താ വെച്ചാൽ എന്റെയൊക്കെ കെട്ടുപന്തിന് നല്ല റബ്ബർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ക്രിക്കറ്റ് ഒക്കെ കളിക്കുമ്പം എന്റെ ബോൾ അടിച്ച 6 പോവുള്ളൂ. ഭയങ്കര റബ്ബറാണല്ലോ, നിലത്തൊക്കെ ഇട്ട ഇങ്ങനെ ഇട്ട അവിടം വരെ പൊങ്ങി പോവായിരുന്നു റബ്ബർ പന്ത്. പക്ഷെ ഭയങ്കര കനമായിരുന്നു. അതിന്റെ ഒരു ഓർമ്മയും കൂടെ എനിക്ക് ഈ സമയത്ത് കിട്ടി. ഗംഭീരമായി. ഈ കൊച്ചുമോനല്ലേ പേര്? ഷാജിമോൻ. എന്റെ വീടിനടുത്ത് ഇടുക്കിയിൽ നിന്ന് വന്ന് താമസിക്കുന്ന 2-3 പേരുണ്ടായിരുന്നു ചെറുപ്പത്തില്. അവരാണ് ഈ എനിക്ക് പട്ടാള കഥകള്, അയാളൊരു ഒന്നിലും ആയിരുന്നില്ല, പട്ടാളത്തിലെ കഥകൾ പറയാ, വല്യപ്പൂപ്പിന്റെ കഥ പറയാ, കുഞ്ഞപ്പൂപ്പിന്റെ കഥ പറയാ. അങ്ങനെ കഥ പറഞ്ഞ് നമ്മളെ പാട്ടിലാക്കാനുള്ള ഒരു കഴിവുള്ളവരാണ് പൊതുവെ ഇടുക്കി ജില്ല ഉള്ളവരുമാണ്. പിന്നെ മാത്രമല്ല ഈ നമ്മൾ കണ്ട പെർഫോമൻസുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ഈ ഭാഷയുണ്ടല്ലോ, ഈ ഭാഷയിൽ അതായത് കോട്ടയം ഇടുക്കി ജില്ലയിലെ ഭാഷയിൽ പിടുത്തമില്ല, നിർഗളം ഇങ്ങനെ ഒഴുകുന്ന ഒരു ഭാഷയാണ് അല്ലേ. ഇടയ്ക്ക് പിന്നെ ആലോചന ഒന്നുമില്ല, അങ്ങ് വന്നുകൊണ്ടിരിക്കും. ആ ഒരു ഒഴുക്കാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒഴുക്കിൽ ചേർത്ത പുളുവിൽ ചേർത്ത ഒഴുക്ക്, അത് കലകി. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ വളരെ നല്ല ഒഴുക്കോട് കൂടിയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായി. ഗ്രേറ്റ് പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണണം. താങ്ക് യു.